വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ FII DII ഡേറ്റ നിങ്ങളെല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാവരുടെ ആകാംക്ഷ എന്ന് പറയുന്നത് ഇന്ന് FI എത്ര വിറ്റു, എത്ര വാങ്ങിച്ചു. ഇപ്പോൾ നാച്ചുറലി ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് എത്ര രൂപയ്ക്ക് FII വിറ്റു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. പൊതുവെ അങ്ങനെയാണ്. കാരണം കുറേ കാലങ്ങളോളം ഇപ്പോൾ ഏതാണ്ട് 6-7 മാസങ്ങളായിട്ട് FIIസിൻ്റെ സെല്ലിങ്സിൻ്റെ കാര്യം മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ ഇൻ മാർക്കറ്റിൽ. പക്ഷേ നമ്മളെല്ലാവരും കാണുന്ന ഒരൊറ്റ വ്യത്യാസം എന്താണെന്ന് പറയുക, FIIs ഇത്ര രൂപയ്ക്ക് സെല്ല് ചെയ്തു, ഇത്ര രൂപയ്ക്ക് ബൈ ചെയ്തു, DIIs ഇത്ര രൂപയ്ക്ക് ബൈ ചെയ്തു. അതുകൊണ്ട് FIIs സെല്ലിലാണ്, സോ എല്ലാ മാർക്കറ്റ് നാളെ മാർക്കറ്റ് ഡൗൺ ആകും. അല്ല, FIIs ബൈ ആണ്, ഉടനെ നാളെ മാർക്കറ്റ് അപ്പാവും എന്നുള്ള ധാരണ തെറ്റാണ്. ഓക്കെ, കറക്റ്റായ രീതിയിൽ FII DIIs ആക്ടിവിറ്റീസിന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബൈ എന്ന് പറയുന്നത് അത് എന്താ പറയുക, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു ബൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെല്ലായിരിക്കാം. ഓക്കെ, സെല്ലെന്ന് തന്നെ വെച്ചോളൂ. FIIs സെല്ല് ചെയ്യുന്നതാണ് കൂടുതൽ നമ്മൾ ഡെയിലി കാണുന്നത്. പക്ഷേ അത് യഥാർത്ഥം എന്താണെന്നും അത് ഏത് രീതിയിലാണ്, ഏതൊക്കെ സെഗ്മെൻറ്റുകളിലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അലൊക്കേഷൻ നടന്നിരിക്കുന്നത്, കൃത്യതയോടുകൂടി നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന് നിങ്ങൾ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ പറയുക, ദന്നിൻ്റെ സ്കാനെക്സ് എന്ന് പറയുന്ന സ്ക്രീനർ നിങ്ങൾ യൂസ് ചെയ്യണം. ദന്നിൻ്റെ സ്കാനെക്സിലേക്ക് പോവുക. ദന്നിൻ്റെ സ്കാനെക്സിൽ പോയിട്ട് നിങ്ങൾക്ക് FII DII ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആകുന്ന ഡേറ്റ എവിടെയുണ്ട്. ഡെയിലി അറിയാൻ പറ്റും, വീക്കിലി അറിയാൻ പറ്റും, മന്ത്ലി ഡേറ്റ വരെ നമുക്ക് അറിയാൻ പറ്റും. അത് എന്തൊക്കെയാണെന്നും ഏത് രീതിയിലാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടതെന്നും 1 by 1 ആയിട്ട് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സ്കാനെക്സ്. സോ സ്കാനെക്സ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം നിങ്ങളുടെ വെബ് ട്രേഡറിലേക്ക് പോവുക. വെബ് ട്രേഡറിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പ്രൊഫൈലിലേക്ക് റൈറ്റ് സൈഡ്, ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡ് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ കഴിയും. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോയർ ഓപ്പൺ ആകും. അവിടെ അനലൈസ് സ്റ്റോക്സ് ഓൺ സ്കാനെക്സ്, ഈ ഒരു മെനു അവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് അനലൈസ് സ്റ്റോക്ക് ഓൺ സ്കാനെക്സ്. അപ്പോൾ സ്കാനെക്സിൻ്റെ നമ്മുടെ എന്താ പറയുക പോർട്ടൽ ഓപ്പൺ ആകും. നിങ്ങൾക്ക് ദന്നിൻ്റെ ലിങ്ക് ലഭിക്കാത്തവർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളെല്ലാവരും ദന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഡേറ്റ ടൂൾസ് അവൈലബിൾ ആണ്. അനാലിസിസിന് വേണ്ടിയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് എല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വേണം എന്താ പറയുക അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സോ നമ്മളിപ്പോൾ സ്കാനെക്സിലേക്ക് വന്നു കഴിഞ്ഞു. സ്കാനെക്സിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ടോപ്പിൽ ന്യൂസ്, ഹോം, ന്യൂസ്, ക്രിയേറ്റ്, സ്ക്രീനർ, ഇൻസൈറ്റ്സ്. നമ്മൾ ഇൻസൈറ്റ്സിലേക്ക് പോവുക. ഇൻസൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇൻസൈറ്റ്സിൻ്റെ പേജ് ഓപ്പൺ ആകും. ഇൻസൈറ്റ്സിൻ്റെ പേജ് വരുന്നു. ഇൻസൈറ്റിൻ്റെ പേജിൽ ഇനീഷ്യലി നമുക്ക് കാണാൻ കഴിയുന്നത് ഹീറ്റ് മാപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഹീറ്റ് മാപ്സ് കാണാൻ നമുക്ക് വേണ്ടുന്നത് ഈ തൊട്ട് താഴെയുള്ള FII DII ഡേറ്റ. FI എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി അറിയാത്തവർക്ക് അതും കൂടെ പറയാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. DI എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ആരാണ് FIIs? ഫോറിനിൽ നിന്ന്, വിദേശ രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ LIC അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെയൊക്കെ എന്തായിട്ട് പറയുന്നു, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു. അതേമാതിരി ഫോറിനിലുള്ള വിദേശ രാജ്യങ്ങളിൽ അവരുടെ പൗരന്മാരിൽ നിന്നും കളക്ട് ചെയ്യുന്ന കോർപ്പസ് എമൗണ്ട്, ലംസം എമൗണ്ട്സ് ഒക്കെ ശേഖരിച്ചിട്ട് പല രീതിയിലും ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ടാവും, പബ്ലിക് സൈഡ്, പ്രൈവറ്റ് സെക്ടർ സൈഡിൽ നിന്നൊക്കെ അവിടുത്തെ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനീസോ പെൻഷൻ കമ്പനീസോ അല്ലെങ്കിൽ മറ്റ് പല വെൽഫെയർ കമ്പനീസൊക്കെ എന്ത് ചെയ്യുന്നു, ഫണ്ട് കളക്ട് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ അവിടുത്തെ രാജ്യത്തെ മ്യൂച്വൽ ഫണ്ടുകളും അതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അവരും ഇന്ത്യയിൽ മാത്രമല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാർ വേറെ രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫോറിൻ ഇൻവെസ്റ്ററാണ്. അതേമാതിരി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബൾക്ക് എമൗണ്ടിൽ വിദേശ രാജ്യത്ത് നിന്നും കളക്ട് ചെയ്ത കോർപ്പസ് ഫണ്ടുകളെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ്മെൻറ്റും വിഡ്രോവലും നടത്തുന്നതിന് പ്രോസസ്സിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, സെല്ല് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേമാതിരി ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ.
എന്താണ് നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പല ഇൻഷുറൻസ് കമ്പനീസ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആയിക്കോട്ടെ, അതർ പെൻഷൻ സ്കീംസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് അവർക്ക് മോർ ഫണ്ട്സ് എവിടെയാണ് വരുന്നത്? ഷെയർ മാർക്കറ്റിലാണ്. പിന്നെ വേറെയും മാർക്കറ്റ്സ് ഉണ്ട്, ലൈക്ക് ബോണ്ട് മാർക്കറ്റുകളുണ്ട്, ഡെപ്റ്റ് മാർക്കറ്റുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാർക്കറ്റുണ്ട്. ഇത്തരം മാർക്കറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് FIA DIA എന്താണെന്നുള്ള കാര്യം. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. കഴിഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി നിങ്ങൾ പഠിക്കൂ, അത്രയും ആവശ്യമേ ഉള്ളൂ. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എന്താണ് FIA DIA സെൽ അല്ലെങ്കിൽ ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ FIA DIA ഡേറ്റ. ഫസ്റ്റ് ഈക്വിറ്റി എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് അതിന് ഇനിയൊരു പേരും കൂടിയുണ്ട്. ഈക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാഷിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്സ് കാശ് കൊടുത്ത് വാങ്ങുന്നതിനെയാണ് ഈക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് ഈക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നു. സ്റ്റോക്സ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈക്വിറ്റി ഏരിയയിൽ തന്നെ എന്ത് നമ്മൾ മനസ്സിലാക്കണം എന്ന് നോക്കൂ. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം റീഡ് ചെയ്യാൻ. അല്ല വല്ല സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പിലോ ഇന്നത്തെ ദിവസം FIA ഡേറ്റ ഇത്ര വിറ്റു ഇത്ര വാങ്ങിച്ചു, DIAs ഇത്ര വിറ്റു ഇത്ര വാങ്ങിച്ചു എന്നൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഡേറ്റ പൂർണ്ണമായ ഒരു വ്യക്തതയോടുകൂടി മനസ്സിലാക്കണം. ഇത് നോക്കൂ, ഓരോ ദിവസവും നിങ്ങൾ കാണാൻ കഴിയുന്ന ഈ ബ്ലൂ ആൻഡ് യെല്ലോ നല്ല ശ്രദ്ധിക്കുക. ഈ ബ്ലൂ എന്ന് പറയുന്ന ആരാണ്? DIIs. യെല്ലോ എന്ന് പറയുന്ന ആരാണ്? FIIs. അവർ ആവറേജിനും ബിലോ. ഇപ്പോൾ എന്താണ് മുകളിലേക്ക് നിൽക്കുന്ന ആരാണ്? DIIs. അതാ ഈ ദിവസം ഏതാണ്? 16th ജാനുവരി. ഇന്നിപ്പോൾ 20th ജാനുവരിയാണ്. നമുക്ക് അന്നത്തെ ഡേറ്റ ഇന്ന് 20th നടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം മാത്രമേ ഇന്നത്തെ ഡേറ്റ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. സോ തലേ ദിവസത്തെ ഡേറ്റ വരെ നമുക്ക് ലഭ്യമാകും. അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ തലേ ദിവസം എന്താ സംഭവിച്ചിരിക്കുന്നത്? 19th ജാനുവരിയിൽ FIAs 3263 crore rupees എന്ത് ചെയ്തിരിക്കുന്നു? ഈക്വിറ്റി മാർക്കറ്റിൽ സെല്ല് ചെയ്തിരിക്കുന്നു. 1 point. DIAs എന്ത് ചെയ്തിരിക്കുന്നു? 4200 crores ബൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിഫ്റ്റിയുമായിട്ട് ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. എന്തുകൊണ്ടാണ് നിഫ്റ്റി കാണിച്ചിരിക്കുന്നത്? നിഫ്റ്റി ഇത് സംഭവിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം നിഫ്റ്റി എങ്ങടേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്? നിഫ്റ്റി താഴ്പോട്ടേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഡേറ്റ നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ട് താഴെ നോക്കൂ, ഇത് ഡെയിലി ബേസിസിലാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് അറിയുന്നത് 19th ഇവിടെ FIAs ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് എത്രയാണ്? 12,000 crores അവിടെ കിടപ്പുണ്ട്. നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെ ഈ സിംഗിൾ ഡേറ്റ നോക്കുമ്പോൾ നമുക്ക് അറിയുന്നത് FIAs 3,000 crores വിറ്റു എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലേ? പക്ഷേ ഇവിടെ നോക്കൂ, FIA ക്യാഷിൽ എന്താ ചെയ്തിരിക്കുന്നത്? FIA ക്യാഷ് ബൈ 12,000 crores. FIA ക്യാഷ് സെൽ 15,000 crores. 12,000 കോടിക്ക് അവർ വാങ്ങിച്ചു. ഇനി അതായത് ഒരാൾ വാങ്ങിച്ചെങ്കിൽ ഇനിയൊരു ടീംസ് എന്ത് ചെയ്തു? 15,000 കോടിക്ക് സെല്ല് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഡിഫറൻസ് -3,000 crores സംതിങ് വരുന്നത്. ആ പോയിന്റ് വ്യക്തമായോ? അതായത് FIAs രാവിലെ മുതൽ വൈകുന്നേരം വരെ 3,000 കോടിക്ക് മൊത്തത്തിൽ സെല്ല് ചെയ്തുകൊണ്ടിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യക്തമായി മനസ്സിലായി. അതിൻ്റെ ഡിഫറൻസ് ആണ് അവരുടെ ടോട്ടൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബൈയിൻ്റെയും സെല്ലിൻ്റെയും കൂടെ ഡിഫറൻസ് എന്ത് സംഭവിച്ചു? അതാണ് നെറ്റ് FIA ക്യാഷ് മാർക്കറ്റിൽ ഈക്വിറ്റിയിൽ എത്രയാണ്? -3,262 crores. 1 point. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോക്കൂ എത്രയാണ്? 1/3 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1/3 പോലും ഇല്ല അവരുടെ സെല്ല് അല്ലേ? 12,000 കോടിക്ക് ബൈ ചെയ്തു, 15,000 കോടി. ഇനിയൊരു 3,000 അല്ലേ? 12,000 + 3,000 = 15,000. അപ്പോൾ ആ ഒരു ബേസിസിൽ നോക്കുമ്പോൾ ഒരു 1/3 മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ? അവർ സെല്ല് ചെയ്തിട്ടുള്ളൂ. അവർ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്, എന്നാൽ അതിൽ കൂടുതൽ സെല്ല് ചെയ്തു. അതിൻ്റെ കമ്പാരിസനാണ് 3,000 നമുക്ക് മൈനസായിട്ട് കാണാൻ കഴിയുന്നത്. അതേ സ്ഥാനത്ത് DIAs നോക്കൂ. ടോട്ടൽ DIAsൻ്റെ ബൈ എത്രയാണ്? 17,000 crores. 17,000 crores DIA ബൈ ചെയ്തിരിക്കുന്നു. DIA സെല്ല് DIAയും ചുമ്മാതിരിക്കുന്നില്ല, DIAയും സെല്ല് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ DIA ബൈ മാത്രമേ കാണുന്നുള്ളൂ. DIA എത്ര സെല്ല് ചെയ്തിരിക്കുന്നു? 13,000 crores. 13,000. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 4,000 crores. അപ്പോൾ നെറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? നെറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്നും വല്ലതും പുറത്ത് പോയിട്ടുണ്ടോ?
ഇല്ല. നോക്കൂ, പ്ലസ് 4200 മൈനസ് 3200 എന്ന് പറയുമ്പോൾ 1000 കോടി രൂപയുടെ അഡീഷണൽ ഇൻപുട്ടാണ് ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൽ. ഷെയർ മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ മാർക്കറ്റിൽ മൊത്തത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന തുക എന്നുള്ളതാണ്. ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിപ്പോൾ FII എന്നുള്ള പേര് കൊടുത്തത് കൊണ്ട് FII എന്നായിക്കോട്ടെ, DI എന്നൊരു പേര് കൊടുത്തു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടോട്ടൽ അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഷെയർ മാർക്കറ്റിൽ ടോട്ടലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് നല്ല ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഇതൊക്കെയാണ് പലരും മിസ് ചെയ്യുന്ന വിഷയങ്ങൾ. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് സൂചികയായിട്ട് കൺസിഡർ ചെയ്യുന്നത്? നിഫ്റ്റിയാണ് സൂചികയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിഫ്റ്റി താഴ്പോട്ടേക്ക് വരുമ്പോൾ മോസ്റ്റ്ലി സ്റ്റോക്സ് എല്ലാം താഴ്പോട്ടേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ മോസ്റ്റ്ലി സ്റ്റോക്സ് താഴ്പോട്ടേക്ക് വരുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ സംഭവിക്കുന്നത്? അത് ഇൻക്രീസ് ആവുകയാണ്. എങ്ങനെ ഇൻക്രീസ് ആകുന്നു? അതായത് ഇതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈ ഓൺ ഡിപ്പ്, നല്ല സ്റ്റോക്സൊക്കെ നല്ലോണം താഴ്ന്നു വരുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അവർ ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്നും വ്യക്തമാക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെറ്റായിട്ട് ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്? 4000 കോടി DIIസിൻ്റെ അധിക ഇൻവെസ്റ്റ്മെൻറ്റും, എന്താ പറയുക, FIIs മൈനസ് 3200 കോടിയും 4200 കോടി DIIs അധികം. അപ്പോൾ രണ്ടിൻ്റെയും കൂടി നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ മൊത്തത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അന്നത്തെ ദിവസം ഷെയർ മാർക്കറ്റിൽ നെറ്റ് ഇൻഫ്ലോ ആണ് സംഭവിച്ചിരിക്കുന്നത്, ഔട്ട്ഫ്ലോ അല്ല. പോയിന്റ് നമ്പർ 1. ഓക്കെ, ഇനി ഇത് അടുത്ത പോയിന്റ്, അടുത്ത ദിവസം എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ തൊട്ടടുത്ത ദിവസവും എന്താ പറയുക, ചെറിയൊരു നെറ്റ് 4300 മൈനസ് പ്ലസ് 3009, ഓൾമോസ്റ്റ് 4000, ഒരു 3000 ക്രോസിൻ്റെ മൈനസ് സംഭവിച്ചു. അതിൻ്റെ അടുത്ത ദിവസം നോക്കൂ, 4700 മൈനസ് 5200, ഇത് ബാലൻസ് ആയി പ്ലസ്സിലേക്ക് വന്നു. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഈക്വിറ്റി മാർക്കറ്റ് മനസ്സിലാക്കാം. അവിടെ കഴിഞ്ഞില്ല കാര്യം. അടുത്തത് നോക്കേണ്ടത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരിക്കലും അത് ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ടല്ല, ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ സിമ്പിളായിട്ട് പറയുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് എക്സ്, പിന്നെ എക്സെട്ര പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡെക്സസ് എന്ന് പറയും. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റിലെ ഫ്യൂച്ചേഴ്സിൽ, നോട്ട് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സിൽ എന്തായിരുന്നു ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ നോക്കണം. ഫ്യൂച്ചേഴ്സിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ FIIs എന്താ സംഭവിച്ചിരിക്കുന്നത്? യെല്ലോ കളറിൽ കാണുന്ന FIIs ആണ്. FIIs ഫ്യൂച്ചേഴ്സിൽ തലേ ദിവസം എന്താ സംഭവിച്ചത്? 22,000 കോടി രൂപയ്ക്ക് അവർ ബൈ ചെയ്തിരിക്കുന്നു. 22,000 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. എന്നാൽ സെല്ല് എത്രയാ? 2,15,000 കോടിക്ക് എന്ത് ചെയ്തിരുന്നു? സോറി, ഐ എം എക്സ്ട്രീംലി സോറി. എമൗണ്ട് അല്ല, ഇത് ക്വാണ്ടിറ്റി, ലോട്ട് സൈസിൽ ബേസിസിലാണ്, എമൗണ്ട് അല്ല. 22,000 OI ആണ്. FII ബൈ OI, ഓപ്പൺ ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യം കൂടുതൽ എങ്ങോട്ടായിരുന്നു? ബൈയേക്കാളും സെല്ലിലേക്കായിരുന്നു താല്പര്യം. സെൽ റേഞ്ചിലേക്ക് അവർക്ക് ഇൻഡെക്സിൽ അവരെന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു എന്നർത്ഥം. ഇൻഡെക്സിൽ ഷോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും അതും ഒരു കൈൻഡ് ഓഫ് എന്ത് തന്നെയാണ്? ട്രേഡ് ആക്ടിവിറ്റിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ കൂടുതൽ നടന്നിരിക്കുന്നു, അത് ഷോർട്ട് സൈഡിലേക്ക് നടന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. വൺ തിങ്. ഇനി നെറ്റ് എന്താണ്? 1,93,000 ഷോർട്ട് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വായിച്ചെടുക്കാൻ പറ്റും? ഫ്യൂച്ചേഴ്സാണ് കൂടുതലായിട്ടും എന്താ പറയുക, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ ട്രേഡേഴ്സൊക്കെ എവിടെയാണ് കൂടുതൽ കളിക്കുന്നത്? അവർ ഓപ്ഷൻസിൽ കുറച്ചേ കളിക്കത്തുള്ളൂ, റാദർ ദാൻ അവർ കൂടുതൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഫ്യൂച്ചേഴ്സിലായിരുന്നു. അപ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ OI നോക്കുമ്പോൾ ഏതാണ്ട് 10 ടൈംസ് അധികമാണ് അവർ സെൽ OI വച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ടൈം ഡീക്കേ വരുന്ന സാധനമല്ല, ഒരു എന്താ പറയുക, ഫ്യൂച്ചറിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിനർത്ഥം ഈക്വിറ്റി പോലെ തന്നെയാണ് ഫ്യൂച്ചറും കൺസിഡർ ചെയ്യുക. മാർക്കറ്റ് ഒരു പോയിന്റ് താഴ്ന്നാൽ ആ ഒരു പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടും, ഒരു പോയിന്റ് മുകളിലേക്ക് പോയാൽ അത് അവർക്ക് ലോസ് പോകും. അപ്പോൾ ഏതാണ്ട് 10 ടൈംസ് ബൈയേക്കാളും 10 ടൈംസ് അവർ സെൽ വോള്യത്തിലേക്ക് ഉണ്ട് ഫ്യൂച്ചേഴ്സിൽ. ടോട്ടൽ ഇൻഡെക്സായി പറയുന്നത് ഇത് നിഫ്റ്റിയുടെ പുറത്തുനിന്നോ ബാങ്ക് നിഫ്റ്റിയുടെ പുറത്തുനിന്നോ ഒന്നുമല്ല, ഓവറോൾ ഇൻഡെക്സ്. ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡെക്സ് റെഡിയാണോ അതിലെല്ലാത്തിൻ്റെയും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വോള്യം എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സിൽ സെൽ വോള്യം തന്നെയാണ്. ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഔട്ട്വേർഡ് മണി അല്ല. അതായത് അവർക്ക്
പുറത്തേക്ക് അവരെടുത്തുകൊണ്ട് പോകുന്ന കാശൊന്നുമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇൻവേർഡ് മണി തന്നെയാണ് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മെറിറ്റോ ഡിമെറിറ്റോ അല്ല. പകരം അത് എന്താ സംഭവിക്കുക, ഇറ്റ്സ് എ പ്രോസസ്സ്, നാച്ചുറൽ പ്രോസസ്സ്. ബൈ സെൽ സംഭവിക്കുന്നത് അത് എന്താ പറയുക, ഉടനെ എല്ലാവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് ഒന്ന് താഴ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കാശ് അങ്ങ് ഒലിച്ചു പോയി എന്നൊക്കെ ആവശ്യമില്ലാത്ത ന്യൂസ് പബ്ലിക്കേഷൻസിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള ന്യൂസ് മീഡിയാസൊക്കെ നമ്മൾ പറയുന്നത് ഇന്ന് 6 ലക്ഷം കോടി ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശ് അങ്ങ് ആകാശത്തേക്ക് ഇല്ലാതായി, അലിഞ്ഞു പോയി, ഒലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ സാധാരണക്കാരൻ്റെ മനസ്സിൽ തീ കുത്തി വയ്ക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരിടത്തുനിന്നും ഒന്നും പോകുന്നില്ല. ഓക്കെ, സോ അത് ബേസ്ഡ് ഓൺ അതൊരു സാധാരണ പ്രോസസ്സാണ്, താഴ്പോട്ടേക്ക് വരുന്നതും മേൽപോട്ടേക്ക് പോകുന്നതും. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. ഇപ്പോൾ തലേ ദിവസം ഇതിപ്പോൾ ഹയ്യസ്റ്റ് വാല്യൂ ഓഫ് എങ്ങോട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, ഫ്യൂച്ചേഴ്സ് സെൽ സൈഡിലേക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിന് എന്ത് സംഭവിച്ചു നമുക്കൊന്ന് നോക്കാം, ചെറുതായിട്ട് നോക്കാം. സോ ഇന്ന് തലേ ദിവസത്തെ ഡേറ്റ നമുക്ക് തലേ ദിവസമേ അറിയാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ കണ്ടെത്തുകയാണ്. അവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഹെവിയസ്റ്റായിട്ട് തലേ ദിവസമേ നമുക്കറിയാൻ പറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെവിയസ്റ്റ് 10 ടൈംസ് അധികം ഫ്യൂച്ചേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫ്യൂച്ചർ ഏതാണ്, അത് നിഫ്റ്റി തന്നെയാണ്. അപ്പോൾ നിഫ്റ്റിയിലായിരിക്കുമല്ലോ ഈ പറയുന്ന ആവറേജ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതേ 10 ടൈംസിൻ്റെ ഒരു വ്യാപ്തി നിഫ്റ്റിയിൽ കൂടുതലായിട്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകാനുള്ള ദിശ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡയറക്ഷൻ താഴ്പോട്ടേക്കാണ്. കാരണം ഷോർട്ട് ചെയ്യാനുള്ള OA കൂടുതൽ നിൽക്കുന്നത്. സോ ദ നെക്സ്റ്റ് ഡേ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഇന്നത്തെ ദിവസം നല്ല ശക്തമായി ഏതാണ്ട് നിയർലി 1% ഏതാണ്ട് നിഫ്റ്റി 1% എന്ന് പറയുമ്പോൾ എത്ര പോയിൻ്റായി, അറൗണ്ട് 250-260 പോയിൻറ്റ്സോളം ഡൗണിലേക്ക് വരേണ്ട സാധ്യത സാധ്യതയല്ല ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും എത്ര ക്ലീനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ FII DII ആക്ടിവിറ്റീസിൻ്റെ കൃത്യമായ പഠനത്തിലൂടെ നമുക്ക് എന്ത് ഗുണപാഠം ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. സിമ്പിൾ, നിങ്ങൾ ഒരു ടെക്നിക്കൽ നോളജ് വേണ്ട, ഒരു ഫണ്ടമെൻ്റൽ നോളജ് നിങ്ങൾ നോക്കുന്നില്ല, ജസ്റ്റ് സ്കാനക്സിലേക്ക് പോകുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യാതിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. സോ സ്കാനക്സിലേക്ക് പോകുന്നു, FII DII നോക്കുന്നു, ക്യാഷ് മാർക്കറ്റിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കാൻ ഞാൻ പഠിപ്പിച്ചു, നിങ്ങളതുപോലെ നോക്കുന്നു. രണ്ടാമത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പോകുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഏത് സൈഡിലാണ് തീവ്രമായിട്ടുള്ള OA ഉള്ളത്, അത് ബൈ സൈഡിലാണോ സെൽസ്, അവിടെ കോള് പുട്ടൊന്നൊന്നുമില്ല. ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഈക്വിറ്റി പോലെ തന്നെയാണ്, ഒന്നിൽ ബൈ അല്ലെങ്കിൽ സെല്ല്, രണ്ട് ടൈപ്പേ ഉള്ളൂ. സെയിം ഈക്വിറ്റി പോലെ തന്നെയാണ് ഫ്യൂച്ചേഴ്സിന് ഇമ്പോർട്ടൻസ്. സോ അപ്പോൾ അതിൽ ബൈ ആണോ കൂടുതൽ സെല്ലാണോ കൂടുതൽ നോക്കുക. കഴിഞ്ഞ കാര്യം അതിൽ ഹയ്യസ്റ്റ് ഇത് 10 ടൈംസ് അധികമായിട്ടാണ് OA നിൽക്കുന്നത്, സെൽ OA കൂടി നിന്നിരുന്നത് തലേ ദിവസമേ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിറ്റേ ദിവസം നമുക്ക് മാർക്കറ്റ് നോക്കൂ, ഡൗണിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേമാതിരി ഇപ്പോൾ പ്രൂഫോട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഡൗണിലേക്ക് ഇപ്പോഴും ടൈം 250 ആയിട്ടേ ഉള്ളൂ, 3:30ക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ എ ഡൗൺ ട്രെൻഡ്. വൺ തിങ് കണ്ടോ, എത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ്സൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ട്രേഡ് വിജയിക്കുമെന്നൊന്നും ഞാൻ പറയാൻ ഞാൻ ആളല്ല. ട്രേഡിന് ഉള്ള ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് എളുപ്പമാകും. ഇനി അടുത്ത് വീണ്ടും തീർന്നില്ല, ഇനിയുമുണ്ട്. FII നെറ്റ് നോക്കൂ, OA നോക്കൂ, മൈനസ് ഫുൾ മൈനസ്. അത് നമുക്ക് പലതും നമുക്ക് ഇത് കാണേണ്ടി വരും, എന്നാലും നമുക്ക് നോക്കാം. ഇനി അടുത്തെന്താണ്, ഇൻഡെക്സ് ഓപ്ഷൻസിൽ എന്താണ്, അവിടെയാണ് ഇനി അടുത്ത. ഇൻഡെക്സ് ഫ്യൂച്ചർ കഴിഞ്ഞു, ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ആരൊക്കെ വരും, കോളും വരും പുട്ടും വരും അല്ലേ, രണ്ടുപേരും. അത് ആരൊക്കെ നോക്കൂ, ബൈ OA, കോളിൻ്റെ ബൈ OA ഓപ്പൺ ഇൻട്രസ്റ്റിന് തന്നെ വ്യക്തമായിട്ട് 1 by 1 ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരികയാണ്.
ഇത്ര പെർഫെക്റ്റ് ഡേറ്റ ഒരിടത്തും കിട്ടത്തില്ല. ഈ ഡേറ്റയാണ് നിങ്ങൾ ഡേറ്റയെ റീഡ് ചെയ്യാൻ പഠിക്കൂ, ഡേറ്റയെ മനസ്സിലാക്കി എടുക്കാൻ പഠിക്കൂ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കൂ. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? കോൾ ബൈയിൽ എത്രയാ? 7,43,000 OA ഉണ്ട്. കോൾ സൈഡിൽ ഓവറോൾ ക്യുമുലേറ്റീവ് OA എന്ന് പറയും. എന്താണ് ഓവറോൾ OA എന്ന്? ഓരോ സ്ട്രൈക്കിൻ്റെ അല്ല, ഓവറോൾ എക്സ്പയറി OAയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 7,43,000. കോൾ സെൽ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിനെ താഴ്പോട്ടേക്ക് കൊണ്ടുവരുന്ന OA എത്രയാണ്? 7,72,000. 7 lakh. അപ്പോൾ 7,43,000 ആണോ വലുത്? 7,72,000 ആണോ വലുത്? 7,72,000 ആണ് വലുത്. അപ്പോൾ കോൾ സെൽ OA's ക്യുമുലേറ്റീവ് എത്രയുണ്ട്? 7,72,000. സോ ദാറ്റ് ഈസ് ഡോമിനേറ്റിംഗ്. കോൾ അപ്സൈഡിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്നു ഡൗൺ സൈഡ് കൊണ്ടുവരേണ്ടത്. ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത് പുട്ട് സൈഡ് നോക്കണം. ഇനി നെറ്റ് OA നോക്കൂ, -28. ഈ മൈനസ് എന്ന് പറയുന്നത് ഒരു മൈനസ് അല്ല, അത് ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അത് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല. നമ്മൾ അടുത്തത് പുട്ട് സൈഡ് നോക്കണം. പുട്ട് OA നോക്കൂ. പുട്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് താഴ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന OA എത്രയാണ്? 8,41,000. പുട്ട് ബയ്യേഴ്സിൻ്റെയാണ്, പുട്ട് ബൈ OA ആണ്. പുട്ട് ബയ്യേഴ്സ് എത്ര? 8,41,000. എന്നാൽ പുട്ട് സെൽ OA നോക്കൂ, 5,39,000 ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിനെ താഴെ കൊണ്ടുപോകുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോൾ സെല്ലും പുട്ട് ബൈയും ആണ് അല്ലേ? കോൾ സെല്ലേഴ്സിൻ്റെ വ്യൂ എന്താണ്? മാർക്കറ്റിനെ താഴ്പോട്ടേക്ക് കൊണ്ടുപോവുക. പുട്ട് ബയ്യേഴ്സിൻ്റെ വ്യൂ എന്താണ്? മാർക്കറ്റ് താഴ്പോട്ടേക്ക് കൊണ്ടുപോവുക. തലേ ദിവസം സംഭവിച്ചിരിക്കുന്നത് കോൾ സെല്ലേഴ്സിൻ്റെ OA ആണ് 7,72,000 കോൾ ബയ്യേഴ്സിനേക്കാൾ കൂടുതൽ. അതേമാതിരി പുട്ട് സെല്ലേഴ്സിൻ്റെത് കാളും പുട്ട് ബയ്യേഴ്സിൻ്റെ OA ആണ് കൂടുതൽ. അത് 8 lakhs-ഓളം ഉണ്ട്. സോ ഇത് തന്നെ നമുക്ക് ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് ദ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് മേ ട്രൈ ടു ഗോ ഡൗൺ. മാർക്കറ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ താഴെ പോകുമെന്നോ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പുറത്ത് ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. താഴ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നവരുടെ എണ്ണം അതിശക്തമാണെന്ന് തലേ ദിവസമേ നമ്മുടെ കയ്യിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഡേറ്റ. ഇത്രയും നല്ല സ്പഷ്ടമായിട്ട് നമ്മുടെ മുന്നിൽ ഈ ഡേറ്റ നമുക്ക് തരുമ്പോൾ ഇതൊന്നും നോക്കാണ്ട് ഇത് നോക്കിയെടുത്ത് വായിക്കാൻ കോൾ ബൈ OA, കോൾ സെൽ OA, നെറ്റ് OA, പുട്ട് ബൈ OA, പുട്ട് സെൽ OA, പുട്ട് നെറ്റ് OA, ഇത്രയും കാര്യങ്ങൾ ഒന്നും വായിച്ചെടുത്തിട്ട് അതിൽ ഇനി അപ്പർ ഹാൻഡ് ആണോ ലോവർ ഹാൻഡ് ആണോ എന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കോള് സെൽ OA കൂടുതലും പുട്ട് ബൈ OA കൂടുതലും ആണെങ്കിൽ നാച്ചുറലി എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നേരെ വിപരീതമാണെങ്കിൽ കോൾ ബൈ OA കൂടുതലും പുട്ട് സെൽ OA കൂടുതലാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണെന്നും ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. എത്ര ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നോക്കൂ. ഇതൊക്കെ വിട്ടിട്ട് ഓരോരുത്തരുടെ പിന്നാലെ അലയുക, അല്ലെങ്കിൽ സാർ നാളെ എന്ത് സംഭവിക്കും, സാർ ഇന്ന് എന്ത് സംഭവിക്കും, ഞാൻ എന്താ ഇതെടുത്ത് വെച്ചിരിക്കുന്നു, എനിക്കിനി എന്ത് സംഭവിക്കും, ഞാനിത് അതെടുത്ത് വെച്ചിരിക്കുന്നു, പുട്ടെടുത്ത് വെച്ചിരിക്കുന്നു, ഇപ്പോൾ താഴെ വീഴുമോ, അപ്പോൾ മേളിൽ പോകുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യണോ, അത് ഇതെല്ലാം ചോദിക്കുന്നതിൻ്റെ പുറത്ത് ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ വിപരീതമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്തു വെച്ചവരല്ല മിസ്റ്റേക്ക്, അത് എടുത്തതിന് ശേഷം പറഞ്ഞു കൊടുക്കുന്നവരെ ചീത്ത പറയുക. ഇത്തരം പ്രവണതകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മുന്നിൽ വളരെ സർവ്വസാധാരണമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഡേറ്റാസ് ഇവിടെ ഉള്ളപ്പോൾ അതിന് റീഡ് ചെയ്ത് സ്വന്തമായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കും. ഓക്കെ, ഇത് തീർന്നില്ല, ഇനിയുമുണ്ട്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് കിടക്കാം. നമ്മൾ ഈക്വിറ്റി കണ്ടു, ഇൻഡെക്സ് ഫ്യൂച്ചർ കണ്ടു, ഇൻഡെക്സ് ഓപ്ഷൻസ് കണ്ടു. ഇനി അടുത്ത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് എന്താണ് FIA DA ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. FIയുടെ ആക്ടിവിറ്റീസാണ് എല്ലാവർക്കും താല്പര്യം, അതുകൊണ്ട് FIയുടെ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സത്യം ഇതാ നോക്കൂ, FIA സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചേഴ്സിൽ എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ. അവിടെയാണ് ബൈ. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ബൈ എത്രയാണ്? 38 ലക്ഷം OA ആണ് സ്റ്റോക്ക് ബൈ ഫ്യൂച്ചേഴ്സ്. എന്നാൽ സെല്ലാണെങ്കിലോ ഫ്യൂച്ചേഴ്സിൻ്റെ ഗുണം എന്താണ്? അവിടെ ഓപ്ഷൻസ് സെല്ലിന് വിപരീതമായിട്ടൊന്നും അല്ല സംഭവിക്കുന്നത്. ബൈയും സെല്ലും മാത്രമേ ഉള്ളൂ. ബൈ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് തന്നെയാണ് ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. സെല്ലെന്ന് പറഞ്ഞാൽ താഴ്പോട്ടേക്ക് തന്നെയാണ്. ഇതാണ് FIAs ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ. നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. മാർക്കറ്റ് താഴ്പോട്ടേക്ക് പോകുന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ എന്നാൽ FIAs നോക്കൂ, ഏതാണ്ട് 14 ലക്ഷത്തോളം അധികമാണ് ബൈ സൈഡിൽ നിൽക്കുന്നത്. 38 ലക്ഷം OA എവിടെയുണ്ട്? FIAs ബൈയിലാണ്, സ്റ്റോക്കിലാണ്. അതും ഇൻഡെക്സിൽ നിന്ന് പറയുന്നുമില്ല, സ്റ്റോക്ക്
ഫ്യൂച്ചേഴ്സിലാണ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റോക്സ് നമുക്കറിയാമല്ലോ. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലാണ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് 38 ലക്ഷം OA എവിടെ കൂടുതലാണ്? ബൈ സൈഡിൽ കൂടുതലാണ്. FII സെല്ല് നോക്കൂ, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ സെല്ല് നോക്കൂ, 24 lakhs ഉള്ളൂ. ഓവറോൾ നെറ്റ് നോക്കൂ, 14 lakhs അവരെന്ത് ചെയ്തിരിക്കുന്നു? അവർ ബൈ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? മാർക്കറ്റ് താഴ്പോട്ടേക്ക് പോകുന്നു, ഇത് ബൈയിലേക്ക് നിൽക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഹെഡ്ജിങ് മെത്തഡോളജി അവർ യൂസ് ചെയ്യുന്നു. ഈക്വിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ അവരെന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്യുന്നു, ലോങ് ചെയ്യുന്നു, ഒക്കെ ശരി തന്നെ. പക്ഷേ ഇതിൻ്റെയൊക്കെ സൂചന എന്താണ്? ഷെയർ മാർക്കറ്റ് ഡൗണിലേക്ക് വരുമ്പോൾ ഈക്വിറ്റീസിൻ്റെ പുറത്ത് നല്ല വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോക്സിനെ ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോക്സ് കയ്യിലുണ്ടെങ്കിൽ ഇത് അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ്, ട്രേഡേഴ്സിന് വേണ്ടിയിട്ടല്ല. ഈ ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്ത് ഇൻഡെക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഈ പറയുന്ന കാര്യം ആർക്ക് വേണ്ടിയിട്ടാണ്? ഈക്വിറ്റി ഹോൾഡ് ചെയ്യുന്നവരുടെ കയ്യിൽ. നല്ല ഈക്വിറ്റീസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എത്രത്തോളം താഴ്ന്നു പോയോ, അയ്യോ എനിക്ക് താഴ്ന്നു പോയി എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറലി അത് ഈ പീരീഡ് കഴിയുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കഴിയുമെങ്കിൽ കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. ഒരു സമയം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ച് മേൽപോട്ടേക്ക് തന്നെ വരുമെന്നുള്ളതിൻ്റെ ഈ ദൃഷ്ടാന്തമാണ് നിങ്ങളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും പക്ഷേ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റിയും കൂടെ നിങ്ങൾ നോക്കണം. അത് ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കുക തന്നെ വേണം. ഇപ്പോൾ ഞാനത് പഠിപ്പിക്കാനുള്ള ക്ലാസ് അല്ല, അത് വേറൊരു ക്ലാസ് നമുക്ക് വേറെ വീഡിയോസിൽ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതെന്താണ്? സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് പോവുക. ഓപ്ഷൻസിൻ്റെ ഡേറ്റ നോക്കൂ. കോൾ ബൈ, വീണ്ടും സ്റ്റോക്ക് ഓപ്ഷൻ സൈഡിലേക്ക് വന്നു. കോൾ ബൈ സൈഡിൽ 2 ലക്ഷം, കോൾ സെൽ സൈഡിൽ എത്ര? 2,40,000. അപ്പോൾ എന്താണ് സംഭവം? ആവറേജ് 40,000 എവിടെ കൂടുതലാണ്? സെൽ സൈഡിലേക്ക്. ഷോർട്ട് കോൾ സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ താഴ്പോട്ടേക്ക് കൊണ്ടുവരുന്ന സൈഡിലേക്ക് കൂടുതൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുട്ട് OA നോക്കൂ. പുട്ട് 2,18,000 കൂടുതലും. പുട്ട് സെല്ല് എത്രയാണ്? 1,80,000. അതും ഓൾമോസ്റ്റ് രണ്ടിൻ്റെയും കൂടി ആവറേജ് എന്താണ്? 38,000 എങ്ങോട്ടേക്കാണ്? ഷോർട്ടിംഗ് പൊസിഷനിലേക്ക് കൂടുതലാണ്. ഇതിനർത്ഥം എന്താണ്? ഫ്യൂച്ചേഴ്സിൽ ഇവർ ബൈയും ചെയ്യുന്നു, ഓപ്ഷൻസിൽ ഇവർ ഷോർട്ടും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയാണ് നമ്മളിപ്പോൾ ഇനി വരാൻ പോകുന്ന എന്തേലും ഈ ഒരാഴ്ചയോ 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ എന്തോ ഒരു ബിഗ് ഇവൻറ്റ് വരാൻ പോവാണ്. അതിനുള്ളിൽ നമ്മളെപ്പോലുള്ള സാധാരണ ട്രേഡേഴ്സിന് ഒരു പാനിക് സൃഷ്ടിച്ച് മാർക്കറ്റിനെ മാക്സിമം താഴ്ത്തിക്കൊണ്ടുവരിക. എസ്പെഷ്യലി F&O സ്റ്റോക്സ്, ഇൻഡെക്സ്, ഫ്യൂച്ചർ F&O സ്റ്റോക്സ് പോലുള്ള സംഭവങ്ങളിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ അവരുടെ തന്ത്രം ഉപയോഗിക്കുകയാണ്. അവരുടെ ഈക്വിറ്റീസിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഫ്യൂച്ചേഴ്സിൽ അവർ ആഡ് ചെയ്യുന്നു, എന്നാൽ ഓപ്ഷൻസിൽ അവർ കാശുണ്ടാക്കുന്നു. നല്ല പോയിൻ്റ് ശ്രദ്ധിക്കുക. ഈക്വിറ്റിയിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അത് തൊടുന്നില്ല. ഫ്യൂച്ചേഴ്സിലും അവർ എന്താ പറയുക, ബിഗ് ഗെയിൻ എയിം ചെയ്യുന്നു, ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഗെയിൻ എയിം ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ പ്രസൻ്റ്ലി എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻസിലൂടെ അവർ അതും ഷോർട്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്നും ക്യാഷ് ഉണ്ടാക്കുന്നു. പക്ഷേ ഈ കോളിൻ്റെ ഷോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിനെ ഡൗൺ കൊണ്ടുവന്നിട്ട് അവർ കാശ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഏത് നിമിഷം വേണമെങ്കിലും അവർ ആ പൊസിഷൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയും മാർക്കറ്റിന് സഡൻ ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂമെൻറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അർത്ഥം. അത് ഒരു ദിവസമോ 2 ദിവസമോ എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് ലെവൽ വരെ അവർ ഷോർട്ട് ചെയ്യാനും അവർ ഏത് ലെവലിൽ എത്തുമ്പോഴേക്കും അവരുടെ പ്രോഫിറ്റ് സഫീഷ്യൻ്റ് ആകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പാഠങ്ങൾ ഞാൻ പഠിച്ചു. FIA പഠിപ്പിച്ച് തന്നു. FIIസിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ലേസി ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം അല്ല എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. FIA DAS ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ 1 ഡേയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി വീക്കിലി നമുക്ക് നോക്കാം, മന്ത്ലി നോക്കാം. നിങ്ങൾ തന്നെ കയറി നോക്കിയാൽ മതി. ഇതേ ഡിഫറൻസ് തന്നെ അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കിത് എന്തെങ്കിലും ഇൻസൈറ്റ് ലഭിച്ചുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക.
സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ പഠിപ്പിച്ചത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ ട്രേഡിൽ വിജയിക്കണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ്. 100% ഒരു പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് മലയാളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാം, ഒരുപാട് സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ചെയ്യാം. ഞാൻ ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സും സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ, നിങ്ങൾക്കൊരു മൂല്യാടിസ്ഥാനമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കണം, നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കണമെന്നും ഓരോന്നും നോക്കിയും കണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിങ്ങളിതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഈ പല ട്യൂട്ടേഴ്സും നിങ്ങൾക്ക് ഇതേപോലെ ഒത്തിരി വീഡിയോസ് അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അവർ ചെയ്യുന്നു, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടേണ്ടുന്ന ബെനിഫിറ്റൊക്കെ കിട്ടും. പക്ഷേ ശരിക്കും അതിനോടൊപ്പം തന്നെ ഇതിനോടുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടി ഞാൻ പറയുവാണ്, നിങ്ങൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തേലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഈ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.